അണ്ണനും പെണ്ണല്ലേ? ഞാനിപ്പോ ഒരേ സമയം രണ്ടുപേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക. ആന്റിയാന്നല്ലേ, ഇപ്പൊ പ്രശ്നമില്ല. എന്താടാ മുച്ചത് നിനക്ക്? 8 2 3 ഇംഗ്ലീഷ് ഒരു മിനിറ്റടാ. ഹലോ ഹലോ, പറച്ചു. അണ്ണ സുഖാണോ? സുഖാണ്. എവിടെയാ? ഞാൻ മുതുക്കിലുണ്ടല്ലേ? ഞാൻ ഇവിടെ പമ്പിന്റെ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു ഡീലില്ല. ഈ ഡീല് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാണാം. അണ്ണ ഇപ്പൊ ഭയങ്കര തിരക്കാണെന്ന് പരിചയപ്പെട്ടപ്പോഴേ പറഞ്ഞതല്ലേ, ഗ്യാങ്ങാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഞാനിത് കഴിഞ്ഞിട്ട് ഉടനെ വന്ന് കാണാം. എടാ, രണ്ടുപേരും മുതുക്കില്ല. നമ്മളിപ്പോ അവിടെ നിന്ന് ചാടിപ്പൊക്കി അങ്ങോട്ട് ചെന്നാ ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവും. മനസ്സിലായേ? അപ്പൊ നമ്മള് ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. എന്താടാ? ഗേൾസ് ഈസ് പെർമനന്റ് അല്ല, ടെമ്പററി ഗേൾസ്. ഗേൾസ് ഈസ് ടെമ്പററി, സക്സസ് ഈസ് പെർമനന്റ്. എന്ത് കേട്ടില്ല? സക്സസ് ഈസ് പെർമനന്റ്. നമ്മൾ രക്ഷപ്പെടണമെങ്കില്ല അണ്ണാ. ആദ്യം നമുക്ക് എത്ര സ്ഥലത്തിൽ നിന്ന് എത്ര പെണ്ണുങ്ങന്റെ ബേക്കിലുണ്ടെന്ന് അറിയാം അണ്ണനെ. ഒരു പെണ്ണുങ്ങളെ നോക്കിയില്ല, പെണ്ണ് ഇല്ല. ഞാൻ നീ സക്സസ് ആയോ? സക്സസ് ആയോ? എന്നാ പിന്നെ ഈ വണ്ടി വേണ്ടല്ലോ. നീ സക്സസ് ആയി ഓൾറെഡി. അങ്ങനല്ല, ഞാനിപ്പൊ ടി വി അല്ലേ, അപ്പൊ സക്സസ് അല്ലേ ഓൾറെഡി. പൈസയില് സക്സസ് ആണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അത്രേ ഉള്ളു. അണ്ണ ഇപ്പൊ ഗാരേജ് പോണല്ലോ. കുറച്ച് വർക്കുണ്ട്, തീർക്കാൻ ഓഫീസിൽ. അത് തീർക്കട്ടെ. മീനിങ് കണ്ടുപിടിച്ചായിരുന്നു. പിടിച്ചെങ്കിൽ പറയണ്ട, ഓർത്ത് വെച്ചാ മതി. ഓർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡേ പറയാ. അണ്ണനും പെണ്ണല്ലേ? ടൈം പാസിന് നോക്കുന്നതല്ലേ? നീ ഇത് ആരോടും പറയരുത്. ഞാൻ നിന്നോട് മാത്രം ഇത് ഷെയർ ചെയ്യാൻ പോണേ. ഞാനിപ്പോ ഒരേ സമയം രണ്ടുപേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക. രണ്ട് പെണ്ണുങ്ങളെയാ? പിന്നെ രണ്ട് ആണുങ്ങളെയാ കൊണ്ടുവരാ ഞാൻ. അല്ല ചോദിച്ചേ, കൺഫർമേഷൻ എപ്പോഴും നല്ലതല്ലേ? കാലം മാറിപ്പോയില്ലേ ഇപ്പം. അത് അണ്ണ രണ്ട് പെണ്ണുങ്ങളെയാ? പിന്നെ എത്ര വയസ്സുണ്ട് പെണ്ണിന്? എത്ര വയസ്സ്? ഏജ് ഒരാൾക്ക് 23, ഒരാൾക്ക് 24. എന്താണ് ആന്റിയാന്നല്ലേ, ഇപ്പൊ പ്രശ്നമില്ല. നങ്ങക്ക് ആന്റി അല്ലേ? അത് ശരിയാണ്, പക്ഷെ എന്റെ തെറ്റല്ലല്ലോ ഞാൻ പെട്ടെന്ന് പെറാത്തത്. കേട്ടില്ല. ഞാൻ പെട്ടെന്ന് പെറാത്തത് എന്റെ തെറ്റല്ലോ. എന്തൊക്കെയാണ് പറയണത്? അതന്നെ, അത് ലോലന് കോച്ച് നല്ലത്. ലോലന്റെ ആ കണ്ണാപ്പി തലേനെ നമ്മക്കാൻ പറയും. ഹലോ, ഇവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. വാ തുറന്ന കള്ളായി പറയത്തുള്ളൂ. സത്യം സത്യം, അത് സത്യമാണ് മന്ദാരോ, അത് സത്യമാണ്. മുതുക്കി ലൂസി വിളിക്കുന്നുണ്ട്, പോയിട്ട് ലൂസിയ മന്ദാരത്തിനൊക്കെ അണ്ണ മന്ദാരമില്ലേ രാത്രി 4 മണിക്കല്ല പെണ്ണിന്റെ ഒക്കെ. നമ്മളൊന്നും ഇപ്പൊ ആർക്കും വേണ്ട അണ്ണ. ഏത് പെണ്ണിന്റെ കൂടെ മന്ദാരം അറിയോ? ഏത് പെണ്ണ? ഇസക്കുട്ടി. ഇന്നലെ ഞാൻ രാത്രി വന്നപ്പോ
മന്ദാരം മുത്തില് സ്റ്റിക്കർ പോലെ ജുഗുറും മോബി ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി എന്റെ. അതെന്താ അതെന്താ അങ്ങനെ? മന്ദാരത്തിന് പൊണ്ണി കിട്ടിയില്ലേ പൊട്ടന്. അവരിപ്പോ ടിവിയിലെ പ്ലെയർ അല്ലടാ. ബുദ്ധി ഇല്ലാലോ ഓന്. കേട്ടില്ല. ഓന് ബുദ്ധിയില്ലാണ്ട് അണ്ണനെ അറിയാത്തോണ്ട, അതിനുള്ള കഴിവില്ല. അണ്ണനെ സ്വർഗിലെത്തിത്ത മന്ദാരത്തിന് അറിയാത്തോണ്ട. പുതുക്കിലുള്ള എല്ലാത്തിനും പ്രൊപ്പോസ് ചെയ്യും, എല്ലാം റിജക്ട് ആക്കും. ആണല്ലേ? എടാ ഫ്യൂവൽ ഇല്ലടാ, ഇത് പമ്പ് വരെ പോവോ? ഫ്യൂവല് എന്റെ കുറച്ചുണ്ട്. ഫ്യൂൽ ഉണ്ടോ? 13 ലിറ്റർ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടി പെട്രോൾ പമ്പ് വരെ എത്തുവാണെങ്കിൽ ആ 2 പെണ്ണുങ്ങളും എനിക്ക് സെറ്റ് ആവും. ഓക്കെ അല്ലേ? 2 പെണ്ണ് അപ്പൊ പോസിറ്റീവ് ആക്കിയല്ലേ മറ്റേ പെണ്ണിന്? ഇല്ല, അത് അങ്ങോട്ടോട്ട് അറിയിക്കൂല. അപ്പൊ ഞാൻ അറിയിച്ചാലേ പ്രശ്നാവല്ലേ? നീ അറിയിച്ചാ നിന്നെ കൊന്നുകളയല്ലോ ഞാൻ. ഇല്ല പിന്നെ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, ആ പെണ്ണുങ്ങളുടെ മുണ്ടലില്ല. 2 പെണ്ണുങ്ങൾ സെറ്റ് ആവില്ലല്ലോ. ഇപ്പം എത്തിച്ചു വെക്കാം. എങ്ങനെ എത്തും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പെട്രോൾ അടിച്ചാ പോലെ എന്നാ വെയിറ്റാക്കി. എങ്ങനെ എത്തുന്ന പറഞ്ഞിട്ടില്ലല്ലോ. പെട്രോൾ അടിച്ചാല് എത്താണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ അടിച്ചാ നീ തന്നെ ഡ്രൈവർ സീറ്റ് കയറണ എനിക്ക് 916. അത് ശരി. ഞാൻ ഇങ്ങനെ കേറിയിട്ട് വേഗത്തേക്ക് ഇല്ലെങ്കിലും എനിക്ക് പെണ്ണുങ്ങൾ പോകും. 10 പേരുണ്ട്. അതിൻ്റെ ഇടയിൽ എത്തിയെങ്കിൽ അണ്ണന് ആ 2 പെണ്ണും കിട്ടും. 1 2 3 4 5 ഇപ്പൊ 2 അമ്മായിമാരേ അല്ലേ? കൊച്ചുകൊണ്ടേ അല്ല അങ്ക അമ്മായില്ലേ? പിന്നെ എടാ നീ മുട്ടയെന്ന് വിരിയാത്തതല്ലേടാ. അതിന് എന്റെ അങ്കല്ലേ, അമ്മായി അണ്ണന് വൈഫല്ലേ? നിന്റെ ഏട്ടത്തി അമ്മ. എന്താടാ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല ഇവിടെ. എനിക്കറിഞ്ഞൂടാ. കേറ്. നമുക്ക് ഗ്യാരേജ് വിടണേ, ഇത് നമ്മുടെ പേറ്റിലാക്കണമെങ്കിൽ. ഗ്യാരേജിൽ പോണോ? മുതുക്കില് വേണ്ട, മുതുക്കില് മൊത്തം ആളാ. ആ ഗ്യാരേജ് അല്ല, ഏതോ ഒരു സെക്കൻഡ് ഹാൻഡ് ഗ്യാരേജ് ഉണ്ട്. അത് ഏതറിയോ? അതേതാന്ന് അറിയാതെ എങ്ങനെ ഏതാക്കും? അത് ഞങ്ങൾക്കറിയൂ. നിനക്കറിയാങ്കി പറ. നിക്ക് നോക്കിട്ട് ഏതാഞ്ഞത് സെക്കൻഡ് ഹാൻഡ്. നിന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോ കമ്മിറ്റഡ് ആവണോ വേണ്ടേ? ആയിക്കോ. അതെന്തുകൊണ്ട് ആയിക്കോളാൻ പറഞ്ഞേ? അണ്ണന്റെ ഇഷ്ടമല്ല അണ്ണ. പിന്നെ നീ എന്തിനാ അഭിപ്രായം പറയണ അതില്? ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും. നീയൊക്കെ എന്നെ നിനക്ക് വണ്ടി മാത്രം മതി, നിനക്ക് സ്നേഹമില്ല. മനസ്സിലായ? എന്തെങ്കിലും ഒന്ന് പഠിച്ചു വരുമ്പോ ഈ മാപ്പ് മാറ്റുന്ന പരിപാടി ഇവന്മാർ ഇപ്പോഴങ്ങ് നിർത്തൂലേ? എന്നാ മേപ്പില് പീരിന്റെ മാർക്ക് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്ത് പോയാ മതി. ഞാൻ 2.5 കൊല്ലമായിട്ട് അറിയാലോ. ഞാൻ 2 കൊല്ലമായിട്ടുണ്ട് വന്നിട്ട്. ഞാൻ വന്നിട്ടേ 6-7 കൊല്ലമായി. അതെ, ഇവരോട് ചോദിക്കാം. വാ, LMC മോട്ടോർസ് ഇവരോട് ചോദിക്കാം. ഇതിൽ സെക്കൻഡ് ഹാൻഡ് ബുക്കുന്ന സ്ഥലത്ത് ചോദിച്ചിട്ട് വരാം. ജസ്റ്റ് ഇവരോട് ചോദിക്കും. വാ. എനിക്ക് സ്റ്റാൻഡേർഡിൽ പോവാ. അണ്ണൻ ആര് ബിസിനസ് മാനാ? ഇതാണ് ഡോറ്. ഞങ്ങള് നിക്കുന്നേ. Excuse me, sir. This second-hand vehicle, where is it selling? Upper where? Oh, do you know English? H23H. What? Bro, English, please. H23H, അത് ഇംഗ്ലീഷ് അല്ലേ? 823. H23. Who preference here? You? Who preference here? Your ഓണർ അതത്. this owner? Hello, excuse me.
Bro, you when take stuff, you must be English no. I am. ഹലോ മുന്തിരി Yes, Ismail. Yes, sir. Sir, yes. ഇതാരാ This is ഞാൻ one of മനസ്സിലൂടെ ഇവിടെ വന്നതാണ് ബ്രോ, എന്റെ ഒരു പരിദ്വാസ്. the leader. ബാസു ആ ബാസു അല്ല ബാസു. എന്താ ഭർത്താനം എന്താ ബാസു എന്താ ഭർത്താനം ഭർത്താനോ? എന്റെ ഭർത്താനം പറഞ്ഞ ചൊല്ല വർത്താനം ഞാൻ റന്റെ നിൽക്കാനി. എന്റെ ഭർത്താനം ചോദിച്ചിട്ടെ എന്താന്ന് മുന്തിരി മുണ്ടാക്ക് ഇതൊക്കെ ഹലോ? ഹലോ, ഭർത്താനം പറയാ ഇജത്തെന്നോട് മുണ്ടാത്തേ ഞാൻ മുണ്ടുന്നുണ്ടല്ലോ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമല്ലേ. ഉണ്ട് എനിക്ക് സുഖാണോ എനിക്ക് സുഖമാണ്, ബ്രോയ്ക്ക് സുഖമാണോ? സുഖം ഞാൻ ഇസ്മായില് കൊറിയൻ ഇസ്മായില് കൊറിയൻ വണ്ടി ഇസ്മായിൽ. വന്നു വണ്ടി വന്നു ഞാൻ കൊറിയൻ BTSന്റെ അൽബാസി അണ്ണ കുറച്ച് ഇങ്ങോട്ട് നിൽക്കണം. ഞാൻ പരിചയപ്പെട്ട സന്തോഷം ബ്രോ. വരാം. ഓക്കെ ഇസ്മായിൽ, വി ആർ ബിസിനസ് ടോ. ബ്രോ വണ്ടി വന്നു അണ്ണ ഇത് ചിറ്റിലിപ്പോ ഫുള്ള് കുണ്ടന്മാറാ, അതാ പ്രശ്നം. ഞാൻ നീച്ചങ്ങ എനിക്ക് ലിപ്പിലോക്ക് ചെയ്ത്. കുറെ നല്ല വണ്ടികളുണ്ടല്ലോ. ആ അതുകൊണ്ടാ ഇത് ഇത് ചാത്തൻ വണ്ടിയാണ്. ഇത് E36 അല്ലേ ഇത്? ഇത് ഇതിന് വലിയ പൈസ ഒന്നുമില്ല. ഒരു 10-15 CR അത്ര തന്നെ. ഇതിന് അത്രേ ഉള്ളോ? ആ അത്ര തന്നെ. Excuse me, ബ്രോ, sir, ഈ how വണ്ടിക്ക് much എത്ര this വില vehicle? ഉണ്ട്? അതെ BMW ആണോ? ആ, ഇത് ലാസ്റ്റ് പ്രൈസ് 33,25,00,000. ഇത് ഏതാ വണ്ടി ശരിക്കും? E30 36 ലാസ്റ്റ് ഒരു 20 CR, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 20 CR. അല്ല ഇവിടെ അത്രയും പോവില്ല. ലാസ്റ്റ് അങ്ങനെ പറയല്ല. 20 CR ലാസ്റ്റ്. ഇത് എത്ര ബ്രോ? റേറ്റ് എത്ര? വണ്ടിയുടെ റേറ്റ് എത്ര? ലാസ്റ്റ് പ്രൈസ് 33,25,00,000. 33 കോടി. വേണ്ട പിന്നെ ഈ വണ്ടി വേണ്ട അണ്ണാ. നമുക്ക് ബിസിനസ് അണ്ണന്റെ വണ്ടി. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ അണ്ണാ ഈ സ്ഥലം എവിടെ നീ പറഞ്ഞത് കേട്ടിനാ? ഇല്ല എവിടെയാണ് ബ്രോ സ്ഥലം വേർ ദാറ്റ് ലൊക്കേഷൻ പ്ലീസ് ടെൽ മീ. 8238 ഇതിന്റെ നേരെ മുന്നിൽ 8238? 8238. വേണം കേസ്. ഇപ്പോഴേ വണ്ടി മേടിച്ച് കളയാൻ നമുക്ക് ഓൾറെഡി നമുക്ക് അത്യാവശ്യത്തിന് വണ്ടികളൊക്കെ ഉണ്ട്. വെറുതെ ഇനി എന്തെങ്കിലും ഓപ്ഷൻ അതൊക്കെ വരട്ടെ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന വിലയൊന്നുമല്ല, ഒരു 100 കോടിയുടെ വണ്ടി മേടിക്കാം. വലിയ ജാടല്ലേ അണ്ണാ. നിന്റെ മുമ്പേ ഇംഗ്ലീഷ് കേട്ടാ. കേറ് വണ്ടിക്കകത്ത്. ആൾ കേറാൻ കഴിഞ്ഞില്ല, ഇപ്പറ് പറഞ്ഞു. കേറ്. ഞാൻ മാർക്കാക്കണ ഒരു മിനിറ്റ്. നീടന്നെ ഇതാ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അത് ഇതിനകത്ത് ഇറക്കാൻ പറ്റണ്ടേ വണ്ടി? നേരെ റിവേഴ്സ് ഇട്. ഇതിന്റെ ഡ്രസ്സാണ് മന്ദാരം. പോട്ട് റൈറ്റ്. നമുക്ക് ഈ വണ്ടി ഒന്ന് പണിതിട്ട് കൊണ്ട് കാണിച്ചാലോ? എന്തേ ഇത് മൊത്തം ഇടിച്ചു പൊളിഞ്ഞാണോ നമ്മൾ ഒരിടത്ത് കൊണ്ട് കാണിക്കണേ? ഇത് എന്റെ പേട്ടിലാക്കാൻ പോകുന്നില്ലേ? അത് ശരിയല്ലേ. ബിസിനസ് മാനെ വെച്ച് ഞാൻ ഇങ്ങനത്തൊന്നും തുടങ്ങാൻ പോവാ. ഇതുപോലെ ആ അവർക്കൊക്കെ അത്യാവശ്യം വിവരവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഇല്ല, നോക്കാനും ഞാൻ അറിയാവുന്നവരാ. കുറച്ച് സ്റ്റാഫ്സിനെല്ലാം ഇറക്കുന്നുണ്ടെന്നാ. ഞാൻ വരട്ടെ സ്റ്റാഫായിട്ട്? അല്ലല്ല അണ്ണന് ഓണർ എന്താ കേട്ടില്ല? ഞാന് അണ്ണന്റെ ഓണർ അണ്ണന്റെ പേട്ടിലെല്ലാം ആക്കാൻ വന്നെ. അണ്ണൻ സെയിൻ ഇട്ടാ മതി. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാ. ഇതെല്ലാം ഞാനോ ഓർക്ക് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചെടുത്ത് എങ്ങനെ ചെയ്യാ. നീ അങ്ങോട്ട് പോവാതെ നീ ആദ്യം ഇതിനകത്ത് കയറി സംസാരിച്ച്. ആൾക്കാരുടെ ആടാ. Hello, excuse me, sir. Hello, excuse me, sir. Hello. Yes, sir. I am Muchri. This trick and tips say I am this. Hello, madam. Business. Hi. This business I am trick and tips say. This is my Annan. Annan vehicle make to my name. Okay. Okay, that vehicle. Come on, here come. Here come. That come. That. ഇത് എന്താ പറയണെന്ന് നിനക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പേപ്പർ ഉണ്ടാ ഒന്നുമില്ലേ? ഒരു പേപ്പർ ഇല്ലാത്ത ബിസിനസ് എന്താ സാറേ ഇത്? പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. പരന്തുവാസിന്റെ ഡീലർഷിപ്പ് PAVD. This is Parindasu. വരും ദിവസം. Hi, sir. ഹായ്. കുറെ കേട്ടിട്ടുണ്ട്. അയ്യോ താങ്ക് യു. ഇത് ഈ വണ്ടി ഇവന്റെ പേരിലോട്ടൊന്ന് ആക്കി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ
ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു പേപ്പർ ഇല്ല. ഒരു പേപ്പർ അല്ലേ വാ, ഞാൻ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിന് എടുത്തോണ്ട് വരല്ല. ഏത് അയ്യോ, ആ പേപ്പറല്ല, ആ പേപ്പറല്ല. മറ്റേ ഇതിന് നമ്മളെ മിസ്റ്റർസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പം കൊണ്ട് തിരിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു 10 minutes. എന്നെ റെഡി ആവുമ്പോ മുച്ചിരിയുടെ നമ്പർ ഒന്ന് കൊടുത്തില്ല. ഇയാളുടെ നമ്പർ ഒന്ന് മേടിച്ചോ മുച്ചിരി. Okay. You number give me, I call you. Okay. Your സേതുമാര അയ്യർ. സേതുരാമയ്യ. സേതുരാമ അയ്യർ. ആ, താങ്ക് യു. ഐ ആം ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി കൊടുക്കാനുണ്ട്? ഇപ്പൊ നമ്മളെ 10F കൊടുക്കാനുണ്ട്, കേസൈഡർ കൊടുക്കാനുണ്ട്. അണ്ണാ നമുക്ക് ആ വണ്ടി എടുത്തു അണ്ണാ. അതാടല്ലേ ബൈക്ക് ചെറിയ പൈസ 5 സിയറ 2 സിയറ എന്തോ ഉണ്ടാവും. ഈ ബൈക്കിന് എത്ര രൂപ? 4.1. 4 സിയറ ഇല്ലണ്ണാ. എന്റെ ഒരു ഫ്രീ വണ്ടിയുള്ളു, പിന്നെ ഒരു ട്രക്കാറില്ല. നിനക്ക് 130 കോടിയുടെ വണ്ടിയാ നിനക്ക് തരണത്, മനസ്സിലായേ? അണ്ണാ ഇത് 4 സിയറ ഇല്ല. പൈസ ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. ബൈ അടച്ചല്ലേ സ്റ്റക്കല്ലേ. ബൈ റിമൂവ് ചെയ്ത് ഞാനും വരുന്നു. അത് 1 സീറ്റർ. സിംഗിൾ സീറ്ററാ ഇത്. സിംഗിൾ സീറ്റർ. നമുക്ക് പെണ്ണൊന്നില്ലല്ലോ, രണ്ടാളെ കൂട്ടിക്കൊണ്ട് പോകും. ആ ഒറ്റക്കല്ല. എന്താ ഇത്ര മെല്ലെ പോന്നെ? ഇങ്ങനത്തെ വണ്ടിയാ? ഇതിന് മാക്സിമം ഇത്രേ ഉള്ളൂ. അത് ഒരു ലോക്കാക്കിട്ട് വെച്ചിനെ. എന്താണ് ഒരു ലോക്കാക്കിട്ട് വെച്ചിനേന്ന് തോന്നുന്നു. നമുക്കിത് മതി. ജസ്റ്റ് അപ്പുറത്തെ ഗാരേജെല്ലാം ഇത് വലിയ രസമല്ലടാ, ഇത് കൊള്ളൂലടാ ഈ വണ്ടി. അന്ന 4 സിയറേ ഉള്ളൂ ഇനി. നിന്നോട് ഒരു 5 CR അധികം ഗ്രൈൻഡ് ചെയ്ത് പറയാൻ പറഞ്ഞപ്പോഴത്തേനും നിന്റെ എക്സ്പ്രഷൻ ഒക്കെ മാറിയായിരുന്നല്ലോ. ഗ്യാങ് ഫണ്ട് കളക്ഷൻ അന്ന് എന്നാ ഞാൻ ടാർക്ക് പാസ്സായിരുന്നു. ഞാൻ പാസ്സായിരുന്നില്ലേ? അതൊക്കെ നീ പാസ്സായല്ലോ, അത് വലിയ സന്തോഷം. ഇത് വേണ്ടല്ലേ അണ്ണാ? ഇത് വേണ്ടല്ലേ? വേണ്ട. പവർ ഇല്ല ബ്രോ, കുറച്ച് നല്ല വണ്ടി ബ്രോ. നമ്മളെ റെഡി ആയിട്ട് വിളിക്കാം. ഒരു 10 മിനിറ്റ് വിളിക്കും ബ്രോ. ഇത് തുടങ്ങണമെങ്കിൽ എത്ര പൈസ ആവും? ഇങ്ങനത്തെ സാധനം തുടങ്ങണമെങ്കിൽ അറിയണ്ടേ? ഹലോ രാജുഭായിയോ? ഇത് ഏത് രാജുഭായിയാണ്? Okay sir, okay. I also call you. Okay. ഇവനെ കൊണ്ട് വന്നതാ, മുച്ചിരിയെ കൊണ്ട്. ബ്രോ സ്റ്റാഫായിട്ട് വേണം വിളിക്കാം. ബ്രോ നിങ്ങളെ വിളിക്കാട്ടോ, സ്റ്റാഫായിട്ട് വിളിക്കാം. അത് മറ്റേ രാജുഭായി ആയിരിക്കും കേട്ടാ. സെക്കൻഡ് വണ്ടിന്റെ കാര്യങ്ങളാണ് നമ്മള്. ഇനിയിപ്പോ പൈസ പുറത്തു നിൽക്കേണ്ടി വന്നാൽ ഞാൻ മുഞ്ചില്ലേ? എടാ നിനക്ക് ഇതുപോലെ ഒരു വലിയ ഡീലർഷിപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? ഞാൻ തുടങ്ങാൻ പോലേ. അല്ല നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? ഞാൻ തുടങ്ങാ. പിന്നെന്ത്? എന്നാ ഞാൻ ഒരു ഡീലർഷിപ്പ് മേടിച്ചു തരട്ടെ 1000 കോടി രൂപയ്ക്ക്. പിന്നെ ഡീലർഷിപ്പ് എല്ലാം അണ്ണന്റെ 1000 കോടിയല്ലുണ്ട് ഇനി. എന്താടാ ഇനി 1000 കോടിയല്ലുണ്ട്. എനിക്കറിഞ്ഞൂടാ 1000 കോടിയൊക്കെ ഉണ്ടോന്ന്. ഞാന് ഗ്രൈൻഡ് ചെയ്തിട്ടും കഴിഞ്ഞത്തെ കണ്ണനെ തരാം. എടാ പക്ഷെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നടാ ഇവിടെ. നമ്മളിതില്ല. ഉണ്ട് ഗ്യാങ് നടത്താൻ പറ്റില്ലടാ, അത് വേറെ ഇതാ. അതൊരു ദിവസോ ആർപി റൂൾ ഈസ് റൂൾ. അപ്പൊ ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങിയപ്പോ നമുക്കൊരു 4 സീറ്റർ എടുത്തിട്ട് വന്നാലോ? ഇല്ല ചത്തിട്ടില്ല. അന്ന് പ്രൊഫഷണൽ സ്കില്ലർ അല്ലേ? ഇടിച്ചിട്ടില്ല. ഹലോ ക്ലീനറാണോ? ക്ലീനറാണോ? പേര് മറന്നുപോയല്ല. മറക്കും.
സൈപ്പർ അല്ല ട്രിവിൻ എടാ നമ്മളിവിടെ ഫ്രീ ആയിട്ട് വണ്ടി റിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാ. പൈസ ഫ്രീ ഐശ്വര്യ തന്നെ തുടങ്ങാം. നിങ്ങൾ ഓണറാക്കോ അല്ലേ? നിങ്ങൾ ഓണറാക്കോ? ഐശ്വര്യ വാസോണ്ണന്റെ വണ്ടി തന്നെ തുടങ്ങിക്കോ. തുടക്കം നമുക്ക് ഈ ലൈക്കട്ടെ. ഇത് വാസുവിന്റെ വണ്ടിയാണത്. വണ്ടി പോളിഷ് കൂടെ ചെയ്തോണേ. നോക്കണേ എഞ്ചിൻ ഓയില്, എയർ ഫിൽറ്റർ, പ്ലഗ് എല്ലാം നോക്കണേ. അതിന് പൈസ മേനെങ്കിൽ എന്റെ ചൈന കണ്ടടച്ച് പൊട്ടിക്കാനാ. ഇല്ല ഫ്രീ ആണ് മുച്ചിരി, ഞാനല്ലേ പറയുന്നേ. അത്രേ ഉള്ളൂ. വണ്ടി മുട്ടായി. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. ഹലോ നിങ്ങൾ ഹലോ ഞങ്ങൾ സിറ്റി ഇതവരുടെ പുതിയ വണ്ടിയാണോ? വണ്ടി പണ്ടലേ ഉള്ള വണ്ടി. ഓരോ വാർത്ത നോക്കുമ്പോ ഒരു വണ്ടി മാറ്റിക്കൊണ്ട് എന്താണാ മുച്ചത് നിനക്ക്? അങ്ങനെ ഓരോ വാർത്ത നോക്കുമ്പോ ഓരോ വണ്ടി മാറ്റി. നമ്മളായിട്ട് ഫ്ലോളസ് തോറ്റപ്പോ അഞ്ച് വണ്ടി ഒന്ന് മാറ്റി തോന്നുന്നു. 6ാമത്തെ വണ്ടിയാണ്. എടാ അവന്മാരെ നമ്മളെ 5 വട്ടം തോപ്പിച്ചിട്ടുണ്ട്, അതറിയാം. എന്ത് 5 വട്ടം തോപ്പിച്ച്? ഇപ്പൊ ചേറ്റിന് മാത്രമേ കൊണടിക്കുന്നുള്ളൂ. നേരിട്ട് കാണുമ്പോ അയ്യോ ഒന്ന് ചെയ്യല്ലേ, അയ്യോ അങ്ങനെ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ചേറ്റിന് വലിയ കൊണടിക്കും. നേരിട്ട് കാണുമ്പോ അയ്യോ അങ്ങനെ പറഞ്ഞു നിൽക്കും. എല്ലാ ഗ്യാങ്ങിലും അവരുടേതായിട്ടുള്ള ഒരു ഡൗൺ ടൈം ഉണ്ടാവും, മനസ്സിലായോ? ഇല്ല ഡൗൺ ടൈം ഓണമാകുന്നില്ലേ ചേറ്റിനല്ല. അന്നാ ചേറ്റിന് കൊണടിക്കാൻ നിന്നാ പോരെ. എന്തെല്ലാം പറയുന്ന ചേറ്റിലോറ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഇപ്പൊ കുറച്ചാൾ കഴിയുമ്പോ ഞാനൊക്കെ ഇനാക്റ്റീവായി. നീ ഇപ്പൊ കൊണച്ചേന്റെ എല്ലാം നിന്നെ കാണുന്നിടത്തെല്ലാം വഴി പറക്കിയിട്ട് നീ ടി വിയെ മുച്ചറിയല്ലടാന്ന് പറഞ്ഞ് നിന്നെ എടുത്തിട്ട് തല്ലുന്നത്. എന്നാ ഞാൻ പറയൂ ഐ ആം എക്സ് ടി മെമ്പർ. അപ്പുറം പേടിച്ചു പോയിക്കോ. അണ്ണ എന്റെ പിടി പറയാത്തോണ്ടാ. ഇതാര മന്ദാരം ഹലോ ഇത് മന്ദാര എന്റെ ഇപ്പൊ പിടീനെ കുറിച്ച് അണ്ണയോടെ ഒന്ന് പറഞ്ഞെടുത്തേ. സൂപ്പർ അല്ലേ അന്നെ ഇപ്പൊ തൊടാൻ ആരും ഇല്ല ഈ സിറ്റിയിൽ. നമ്മളെ ഗ്യാങ്ങിന്നല്ലാത്ത നമ്മുടെ ഗ്യാങ്ങിനെ എപ്പോഴും അടിച്ചു ഇങ്ങനെയൊക്കെ സൗണ്ട് ഒക്കെ എന്തോടാ കേട്ടില്ല എന്തോടാ അണ്ണനും കൂടെ സ്യൂട്ട് ഇട്ടാ നമുക്ക് എല്ലാവർക്കും കൂടെ സ്യൂട്ട് ഇട്ടാണ് കാര്യം. സ്യൂട്ട് എന്തിനാ? ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോ കൊളാക്കാനായിട്ട് ഒരു 100 ആൾക്കാർ വരും. ഞാൻ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. ചെറിയൊരു ഡിസ്കഷനില്ല, ഇപ്പൊ സെറ്റ് ചെയ്തിട്ട് വരാം. അത് ബഫറോ? നമ്മളെ ഇപ്പൊ നമ്മളെ പുറത്ത് വീഡിയോ എഡിറ്റ് ആക്കൂലേ, അങ്ങനെ എഡിറ്റ് ആക്കിയോണ്ട് എന്റെ നാട്ടിലാണ്. നിന്റെ മാസ് വീഡിയോ ഒക്കെ അവനാണോ ചെയ്യണേ? ഇല്ല എന്റെ വീഡിയോ ആരും ചെയ്യുന്നില്ല. ഞാൻ കൊറേ നോക്കി എന്റെ വീഡിയോ ആരും ചെയ്യുന്നില്ല. ഞാൻ പാവല്ല ആരും ചെയ്തിരുന്നില്ല. ഓരെല്ലാം പെയ്ഡ് ആയിട്ട് മന്ദാറിൽ എത്ര വീഡിയോ ഡെയിലി പെയ്ഡ് ആയിട്ട് ഇറക്കുന്നേ. അവർക്ക് അതുപോലെ കണ്ടന്റ് ഉണ്ടല്ലോ. നിന്നെ പോലെ തല്ലുള്ളി അല്ലല്ലോ അവര്. അണ്ണാ ഒരു POV കാണും. ഞാൻ ഒരു 1v കൊണ്ട് തോറ്റേ, ഇതുവരെ തോറ്റിട്ടില്ല. അന്ന് തോറ്റി. അന്നത്തെ ഇതല്ല, അന്ന് മൗസ് പറഞ്ഞ. ഇപ്പൊ മേഡാർ പ്ലസ്. ഞാൻ നിന്നെ വണ്ടി അടിച്ച് തോപ്പിച്ചാലോ? അണ്ണനെ ഞാൻ വിട്ടു തരൂല അണ്ണാ. അണ്ണനെ അടിക്കണ്ണ. അണ്ണ കയ്യിലണ്ണ അങ്ങനെ ചന്ദ്രനെ പൊട്ടിച്ചേ.
ചന്ദ്രനൊക്കെ മണ്ടനല്ലേ? ചന്ദ്ര പാവാ ചണ്ണ ചന്ദ്ര